ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നെല്ലിക്ക ആണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ നെല്ലിക്ക ഇപ്പം എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇപ്പം നല്ല ഇതിൻ്റെ സീസണാണ്. നമുക്ക് ധാരാളമായിട്ട് മേടിക്കാൻ കിട്ടും. ഇപ്പം എല്ലാവരും ഉപ്പിലിടുകയും അച്ചാറിടുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കാര്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇത് തന്നെത്താൻ കഴിക്കാനായിട്ട് മടിക്കും. കാരണം അതിനൊരു കമർപ്പുള്ളത് കൊണ്ട് അവർക്കത് നേരെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് നേരെ ഇങ്ങനെ കൊടുത്താൽ അവർ കഴിക്കത്തില്ല. അതിന് പകരം നമ്മൾ ഒരു ഇച്ചിരി ചക്കരയുമായിട്ട് യോജിപ്പിച്ച് എടുത്ത് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് നെല്ലിക്ക. അത് എല്ലാവർക്കും നല്ലതാണ്. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇത് കഴിക്കുന്നത് ദിവസം ഓരോ നെല്ലിക്ക അല്ലെ 2 നെല്ലിക്കയൊക്കെ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് ശരീരത്തിനും നമുക്കറിയാം. ഇതിപ്പം ഞാൻ എങ്ങനെ ഇടുന്നതെന്ന് കാണിക്കാം. ഇതുപോലൊരു ഭരണി എടുക്കുക. ഇതുപോലൊരു ഭരണിക്കകത്ത് ഈ നെല്ലിക്ക, ഇത് 1 കിലോ നെല്ലിക്കയുണ്ട്. ഇത് 1 കിലോ നെല്ലിക്ക. ഈ 1 കിലോ നെല്ലിക്കായ്ക്ക് 1/2 കിലോ ചക്കര ഞാൻ നല്ലതായിട്ട് ചീകിയെടുത്താണിത്. നമ്മൾ സാധാരണ കിട്ടുന്ന ചക്കര, അല്ലെങ്കിൽ ചക്കര പൊടിയായിട്ട് ചില പാക്കറ്റിൻ്റെ അകത്ത് കിട്ടും, അതായാലും മതി. ഇത് ഞാൻ ചക്കര നല്ലതായിട്ട് ചീകിയെടുത്താണ്. ഈ 1/2 കിലോ ചക്കരയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇടണം. നെല്ലിക്കായുടെ കൂട്ടത്തിൽ ഇടുക. യോജിപ്പിച്ച് വെച്ച് ഇതടച്ച് വെച്ച് നല്ലതായിട്ട് തുണി വെച്ച് കെട്ടി അരിഞ്ഞ് നല്ലതായിട്ട് മുറുക്കി കെട്ടി ഇത് നല്ലതായിട്ട് അടച്ചു വെക്കുക. പലപ്പോഴും ഇതിൻ്റെ അകത്ത് നെല്ലിക്കായെല്ലാം അലിഞ്ഞ് ഈ ചക്കരയും കൂടെ അലിഞ്ഞ് ഇത് ആ നെല്ലിക്കായ്ക്കകത്ത് നല്ലതായിട്ടത് പെരണ്ട് നല്ല രസമായിട്ട് ഇരിക്കും. ഒരു 21 ദിവസം നമ്മൾ ഇങ്ങനെ വെച്ചേക്കണം. വെച്ച് കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം അതെടുത്ത് കുഞ്ഞുങ്ങൾക്ക് ആ നെല്ലിക്ക ഓരോന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ചക്കരയും കൂടെ അതിൻ്റെ അകത്ത് പിടിക്കുന്നത് കൊണ്ട് അവർക്കത് ഇഷ്ടമാകും. 1 ദിവസം കഴിയുന്നതാണ് ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഇത് ഞാനിപ്പോൾ കെട്ടി മുറുക്കി തുണി വെച്ച് അടച്ച് കെട്ടി വെക്കാനായിട്ട് പോവാണ്. 21 ദിവസം കഴിയുന്നതന്നെ നമുക്ക് വീണ്ടും കാണാം ഈ നെല്ലിക്ക എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം. 21 ദിവസം മുമ്പേ നമ്മൾ നെല്ലിക്കായും ചക്കരയും കൂടെ ഈ ഭരണിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഇന്ന് 21 ദിവസമായി. നമുക്ക് നോക്കാം അതെങ്ങനെ ഇരിക്കുന്നെന്നുള്ളത്. നമുക്കൊരു ഗ്ലാസ് ജാറിനകത്തോട്ട് ഇതൊന്ന് മാറ്റാം. ഇതിപ്പം ചക്കര മൊത്തം അലുത്ത് ഇറങ്ങി വെള്ളം പോലെ ആയതാണ്. ഇതൊന്ന് 2 ദിവസം ഇരുന്നൊന്ന് നല്ലതായിട്ടൊന്ന് അടിയണം, എന്നാലേ അതിൻ്റെ ഒരു കളർ വരത്തുള്ളൂ. ഇപ്പം നല്ലതായിട്ട് കലങ്ങി കിടക്കുകയാണ്. നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നെല്ലിക്ക നല്ലതായിട്ട് അലുത്ത് ചക്കരയുമായിട്ട് ചേർന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇരിക്കുന്നത്. ചക്കര നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു മധുരമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.